ദേ യൂത്ത് വനിതാ നേതാവിൻ്റെ ഓഡിയോയും ചോർത്തിയിട്ടുണ്ട്. അതും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ നേതാവ് പ്രസിഡന്റിനെതിരെ സംസാരിച്ച ഓഡിയോ അതേപടി യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. യൂത്ത് വ്യാജം പ്രസിഡന്റിനോടുള്ള കൂടെ നിൽക്കുന്നവരുടെ കലിപ്പ് പോലും ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നടന്ന ഒരു സംഭാഷണം ചോർത്തി കൊടുത്തിരിക്കുകയാണ്. അതായത് പ്രസിഡന്റിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ശബ്ദമുയർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്നേഹ എന്ന ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അക്ഷരാർത്ഥത്തിൽ കോഴിയെ കൂട്ടിലടച്ച അവസ്ഥയിലാക്കിയിട്ടുണ്ട്. ആ ഓഡിയോ ഒന്ന് കേട്ടെ. ബന്ധപ്പെട്ടൊരു ചർച്ച അല്ലെങ്കിൽ സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഇത് വ്യക്തിപരമായിട്ടൊരു കാര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും വ്യക്തിപരമായ പല പല കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്തൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായമാണിത് കേട്ടോ. സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മളൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ ഉള്ളടക്കം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് യുവജന സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു പെണ്ണ് വന്നിട്ട് ഒരു യുവ നേതാവിനെ കുറിച്ച് പരാതി പറയുക. യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു. എന്നിട്ടും പരിഹാരം ഉണ്ടായില്ല. അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് ഒരു മാധ്യമക്കാരൻ ചോദിക്കുകയാണ്, അത് രാഹുൽ മാങ്കൂട്ടമാണോ? നോ കമൻറ്റ്സ് എന്നാണ് അവളുടെ ഉത്തരം. ഇതിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര്? ആ പത്രക്കാരന് എത്രയോ നേതാക്കളുടെ പേര് പറയാം. കൃത്യമായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2, ഈ വ്യക്തി, ഈ പരാതിക്കാരിയായ വ്യക്തി, പെൺകുട്ടി, അവര് യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 10 മണിയൊക്കെ ആയപ്പോൾ പാലക്കാട് ഇപ്പോൾ BJPയുടെ ഒരു പ്രതിഷേധം നടന്നു. അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ടാണ് ജീവിക്കണം, അതുകൊണ്ട് പെണ്ണുപിടിയനായി, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നമ്മുടെ ഒരു ഗ്രൂപ്പായാണ്, പെണ്ണുപിടിയനായിട്ടുള്ള ഒരു MLA വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വ്യക്തി ആ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല. പിന്നെ പത്രക്കാരൻ ഇട്ടുകൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമാണോ ആ വ്യക്തി എന്ന്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും. അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി അതിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് വലിച്ചിഴച്ച ആ ഒരു ചാനൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ പേര് ഇന്നയാളാണോ എന്ന് ചോദിച്ചു, നിങ്ങൾ ആ വ്യക്തി ഒഫീഷ്യലി ലീഗലി മൂവ് ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി TV-കളിലൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരോട് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം. കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇലക്ഷനും കാര്യങ്ങളും ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. ഇത് ഒറ്റ കേസല്ല, ഇതിപ്പോൾ എത്രാമത്തെ കേസാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട്, അത് മാത്രമല്ല ഈ പെൺകുട്ടി പറയുന്നത്, ഈ നേതാവ് നിരന്തരമായി വിളിച്ചു, 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. ഈ നേതാവിനെ കൊണ്ട് ഇതിനകത്ത് മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും
ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, അത്രയ്ക്ക് തലവേദനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പരാതിക്കാരിയായ പെണ്ണ് ഒഫീഷ്യലി മൂവ് ചെയ്തിട്ടില്ല, ലീഗലി പരാതി കൊടുത്തില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് അതാരൊക്കെയാണ് തീരുമാനിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അവരങ്ങ് സ്റ്റേബിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ്, അത് രാഹുൽ മാങ്കൂട്ടമാണ്. എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെറ്റുകാരനല്ല എങ്കിൽ, എനിക്കറിയില്ല തെറ്റുകാരനാണോ അല്ലയോ എന്ന്, ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ പേര് എന്നോട് ഇനി ആർക്കും ദേഷ്യം തോന്നിയാൽ എനിക്കൊന്നുമില്ല, ഞാനൊരു പെണ്ണെന്ന നിലയിൽ എനിക്കിത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ നിങ്ങളിത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം, നിയമപരമായിട്ട് പോകണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെങ്കിൽ, നിങ്ങളുടെ പേര് വലിച്ചിഴച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ടത് ലീഗലി മൂവ് ചെയ്യണം. ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയമായിട്ട് അടിയന്തരമായിട്ട് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാവണം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണം. ഇനി രക്ഷയില്ല, നിൽക്കക്കള്ളിയില്ല. ഞരമ്പത്തരവും കോഴിത്തരവും കാണിച്ച് പുറത്ത് മാന്യം ചമഞ്ഞ് നടന്ന 916 കോഴിയെ യൂത്ത് കോൺഗ്രസ്സുകാരും സംശയദൃഷ്ടിയിൽ കാണുകയാണ്. ഒന്നുകിൽ താൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടണം, ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കണം. രണ്ടും ചെയ്യാൻ പറ്റില്ല. രണ്ടും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നാറും, കോഴിക്കാട്ടത്തിനേക്കാളും വലിയ നാറ്റമായി മാറും. കാര്യം ഇത് സംബന്ധിച്ച് പലരുടെയും കൈവശം തെളിവുകളുണ്ട്. ചെറിയ സാധനങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വലിയ ആവേശം കയറി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ മാധ്യമ PR പണിയുടെ ഭാഗമായിട്ട് നടത്തുന്ന പട്ടി ഷോകളോ, അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ ആരെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ടോ അവർക്കെതിരെ ഹൂ കെയേഴ്സ് ഡയലോഗ് വല്ല അടിച്ച ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ തെളിവുകൾ പുറത്തു വരും. അതോടുകൂടി ആപ്പീസ് കൂടി പൂട്ടും. ഇപ്പോൾ സതീശൻ്റെ നിർദ്ദേശം 2-3 ദിവസം വെളിയിറങ്ങണ്ട, നീ ആ കോഴിക്കൂട്ടിൽ തന്നെ പതുങ്ങിയിരുന്നോ, ഞാൻ പൂട്ടി താക്കോലുമായിട്ട് കൊണ്ടുപോകാം. 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പൈസ കൊടുത്ത് കൃത്രിമ വിവാദമുണ്ടാക്കി നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന രീതിയിൽ സംരക്ഷകൻ ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിനകത്ത് പൊതുവികാരം രാഹുൽ മാങ്കൂട്ടം ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണം. MLA സ്ഥാനം പോലും വഹിക്കുന്നത് നാണക്കേടാണ്. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ തെളിവടക്കം ഉയർന്നു വന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് തൻ്റെ ഭാഗം തെറ്റില്ലെങ്കിൽ അത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് വനിതാ നേതാക്കൾ കൂടി ആവശ്യപ്പെട്ടതോടെ വല്ലാത്ത പ്രതിസന്ധിയിലായി പോയിട്ടുണ്ട്. റീൽസ് അല്ല, റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണെന്ന് ഇപ്പോൾ റീൽസ് മോന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ആ ഓഡിയോ മനഃപൂർവ്വം ചോർത്തി നൽകാൻ കാരണം എത്രമാത്രം വെറുപ്പ് ഈ പറയുന്ന യൂത്ത് കോഴിയോട് ആ സംഘടനയിലെ മറ്റുള്ളവർക്കുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അതുകൊണ്ട് സ്നേഹയുടെ 5 മിനിറ്റ് ഓഡിയോയിൽ പലതും തെളിയിക്കുന്നുണ്ട്. ഇനി നിലനിൽക്കാൻ പറ്റില്ല, രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് അന്തസ്സെന്ന് യൂത്ത് വ്യാജനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലുള്ള മാലിന്യങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് പണി നിർത്തിപ്പോകുന്നതാണ് അന്തസ്സെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ വാചകമാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരക്ഷരം യൂത്ത് വ്യാജൻ ഉരിയാടിയിട്ടില്ല. റീൽസ് ഇട്ട് കളിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ റീൽസും കാണാനില്ല. ആ ഫേസ്ബുക്ക് പേജ് മരണ വീട് പോലെ കിടക്കുകയാണ് സുഹൃത്തുക്കളെ, മരണ വീട് പോലെ കിടക്കുകയാണ്.